ഹായ് ഹലോ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 50 പേർക്കുള്ള ഒരു അവിയൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം വൃത്തിയിൽ വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. അന്ന് ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണമായതുകൊണ്ട് നമ്മൾ ഓരോരോ പാരൻസ് വാലോടി പിള്ളേരുടെ ഓരോരോ പാരൻസ് ഓരോ കറികൾ ഏറ്റെടുത്ത് 50 പേർക്കുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു സ്പെഷ്യല്. അപ്പൊ ഞാൻ ഏറ്റെടുത്തിരിക്കണത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിയലാണ്, 50 പേർക്കുള്ള അവിയൽ. അപ്പം കഷ്ണങ്ങളൊക്കെ വെട്ടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഉണ്ടാക്കിയാലോ. കഷ്ണങ്ങളൊക്കെ വൃത്തിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് ഉപ്പും മഞ്ഞളും ഇട്ട് നമുക്ക് നല്ലോണം ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് ഇനി വേവിക്കാട്ടോ. തീ നല്ലോണം കത്തുന്നുണ്ട്, നമുക്ക് അടുപ്പിൽ വെക്കാട്ടോ. നമ്മളടുത്ത അടുപ്പ് ഇങ്ങനെയാണേ, കൊച്ചു വീടൊക്കെ അല്ലേ, അപ്പൊ അടുപ്പുകളൊക്കെ ഇങ്ങനെയാണ്. നമുക്ക് ഭാവിയിലെല്ലാം ശരിയാക്കാം. അപ്പൊ ഞാൻ വേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ടേ, ഉപ്പും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കതിൽ ചേർക്കട്ടെ. ഞാൻ ഈ 50 പേർക്ക് എന്നുള്ളത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി നമ്മൾ 2 പേര് അല്ലെങ്കിൽ 10 പേർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ 50 പേർക്ക് എന്നുള്ളത് ക്വാളിറ്റി കൂടുതലായത് കൊണ്ട് ചെറിയൊരു പേടി. അപ്പം ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്, മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ചൂടുവെള്ളം ആദ്യം ഇച്ചിരി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടുവെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാവേ. ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം കൂടെ വെച്ച് കൊടുക്കാവേ. ഞാൻ ഓൾറെഡി വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാം ശരിയാവണേ, ഒരു കുറവുകളും ഇല്ലാതെ ശരിയാവണം കേട്ടോ. ഒരു നമുക്ക് എത്ര അളവൊന്നുമില്ല. ഇതിൽ ഞാനൊരു 1.5 കപ്പ് 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി അതിനെ അടിമറിച്ചിട്ട് നമുക്ക് വേവിക്കാം. അധികം വെള്ളം വേണ്ടല്ലോ. നമുക്കത് ഗ്യാസിലൊക്കെ ആണെങ്കിൽ ആവിക്ക് വെച്ച് വേവിച്ചാൽ മതി. തീ കുറച്ച് വെച്ചിട്ട്. ഇതിലായതുകൊണ്ട് ചെറിയൊരു പേടി എനിക്ക് ഒന്നാമത്. നമുക്കിത് അടച്ചു വെക്കവേ. ഒരു 11:30 ആകുമ്പോഴേക്കും നമുക്കിത് ശരിയാക്കിയിട്ട് എടുത്തിട്ട് പോകണം. ഇനി അതങ്ങ് മെല്ലെ വേവട്ടെ, തീ കത്തുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കതിന് വേണ്ട നാളികേരം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഒതുക്കിയെടുക്കാം. നാളികേരം ചിരവി അതിനകത്ത് കൊച്ചുള്ളി ലേശം, പിന്നെ പച്ചമുളക്, ഇച്ചിരി ജീരകം, ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കതിനെ ഒരപ്പാക്കിയിട്ട് എടുത്തിട്ട് വരാം. അധികം അറിയണ്ട, ചെറുതായിട്ട് അറിഞ്ഞാൽ മതി. നമുക്കത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ട് വരാം. ഇതൊന്നും ഒരു വശമല്ല കേട്ടോ, ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായ കുറച്ച് ഇത്ര പേർക്കൊന്നും വെക്കാത്തത് കൊണ്ട് നമുക്ക് അളവിലൊന്നും വലിയ പാശമല്ല. എന്നാലും നമുക്ക് അറിയുന്ന പോലെ നമുക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ. നമുക്ക് തേങ്ങ പൊട്ടിച്ചാലോ. ഓൾറെഡി ഒരു ലേശം തേങ്ങ ചെറിയ ഇരിപ്പുണ്ട്, നമുക്ക് ഒന്നും കൂടെ പൊട്ടിക്കാം. വേണോ വേണ്ടേന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേണ്ട പൊട്ടിക്കുക. തേങ്ങ പൊട്ടിക്കുമ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളത് ഭയങ്കര ഭാരമായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ആയപ്പോൾ അവർക്ക് കൊടുക്കുക. നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് കാലൊന്നും താല്പര്യം ഉണ്ടല്ലോ. ചെറുപ്പകാലങ്ങൾ നമുക്കുണ്ടായ പകുതി കാര്യങ്ങളും ഇപ്പം മക്കൾക്ക് വേണ്ടി തേങ്ങ പൊട്ടിച്ചു. തേങ്ങ പൊട്ടിച്ചിട്ട് വെള്ളം മോന് കൊടുക്കാറില്ല, സ്വതവേ കൊടുക്കാറില്ല. പിന്നെ ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് ഇടങ്ങാറാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അവിടെ ഇരുന്നോട്ടെ എന്നിട്ട് അപ്പൊ അത് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി തേങ്ങ ചിരവാം. അതിനകത്ത് ഓൾറെഡി ലേശം ഇരിപ്പുണ്ട്. അപ്പൊ നമുക്കിനി ഇതിനകത്ത് ചിരകിടാം കേട്ടോ. ഈശ്വര, നല്ല രീതിയിൽ ആവട്ടെ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്, ടെൻഷൻ. ഒരു പ്രാവശ്യം വെച്ച് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആദ്യമായിട്ട് അതുകൊണ്ട് ചെറിയൊരു വെപ്രാളം. പിന്നെ ഞാൻ കുറച്ച് എന്താ പറയാ, വേറെ ആരും കൊണ്ട് വെപ്പിച്ചാലൊന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം വെക്കാനൊന്നും ഇവിടെ അടുത്ത ആരില്ല. പിന്നെ നമ്മള് അറിയില്ല എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇങ്ങനെ വെക്കും. എനിക്കല്ലേ പഠിക്കുക എന്നോർത്തിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. ഇനി തേങ്ങ ചിരവിട്ട് ഞാൻ അതിന്റെ ബാക്കി കാര്യം കാണിക്കാട്ടോ. നമ്മള് നേരത്തെ ഒരു തേങ്ങ ചിരകിയിരുന്നു, ഒന്ന് പോരാ. അപ്പൊ വീട് ഞാൻ ഒന്ന് എടുത്തു. പിന്നെ ഓൾറെഡി ഉണ്ടായത് ലേശം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തേങ്ങ റെഡിയായി. അപ്പൊ നമുക്ക് ലേശം കൊച്ചുള്ള റെഡി ആക്കി കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ പറ്റുന്ന ഉപ്പ് തീരെ കുറവായിരുന്നു. അത് കഷ്ണങ്ങളിൽ ഉപ്പ് തീരെ കുറവായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് വന്നു. അപ്പൊ അടുത്ത് നമുക്കിനി ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ടി പച്ചമുളക്
പച്ചമുളക്, ജീരകം ഇതൊക്കെ ഇട്ടൊന്ന് ഈ തേങ്ങ ഇട്ട് അതിൻ്റെ കൂടെ ലേശം കറിവേപ്പില ചേർക്കാം കേട്ടോ. ഒരു വെളുത്തുള്ളിന്റെ കഷ്ണം വേണമെങ്കിൽ ചെറിയ 2 കഷ്ണം ചേർക്കാം. ചേർക്കുന്നവരുണ്ട്, ചേർക്കാത്തവരുണ്ട് കേട്ടോ. അപ്പം വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതൊക്കെ ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് അധികം അരിഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. എരിവിനനുസരിച്ചിട്ട് എരിവ് അധികം വേണം, പിള്ളേരൊക്കെ ഉള്ളല്ലേ. അല്ലെങ്കിൽ അവിയൽ എരിവ് ഉണ്ടാവില്ല, ഇന്ന് കൂടി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞതാണ്. ആവശ്യത്തിന് ഒരു 2-3 മുളക് നമ്മൾ എത്രയാണോ അവിയൽ ഉണ്ടാക്കാൻ എടുക്കുന്നത് അതിനനുസരിച്ച് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ വേണം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മതി കേട്ടോ. എനിക്ക് ഈ തേങ്ങ തരണ പണി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണി എനിക്ക്. എന്ത് ചെയ്യും, സഹായത്തിനൊന്നും ആരുമില്ല, നമ്മൾ തന്നെയുള്ളൂ. അപ്പം ആവുന്ന പോലെ ഞാനത് 11 ആകുമ്പോഴേക്കും അവിടെ കൊണ്ടുപോകണം. ഞാനൊരു 9:30 ആകുമ്പോൾ തുടങ്ങി. നമുക്ക് തിരക്കിട്ട് ചെയ്യണ്ടല്ലോ, മുൻകൂട്ടി ചെയ്ത് വെക്കുവാണെങ്കിൽ. പിന്നെ വീഡിയോ എടുത്ത് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം സമയമാവും. വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ലേശം എപ്പോഴും ഉണ്ടാക്കും. നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കുന്നത് വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ. അപ്പൊ എന്തായാലും ഇരുന്നോട്ടെ ഒരു വീഡിയോ എന്നങ്ങ് ഞാൻ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തത്. അപ്പം ഞാൻ കരുതി ലേശം അലക്കാനുണ്ടായിരുന്നു, അലക്കെല്ലാം കഴിഞ്ഞ് ഒന്ന് തുടങ്ങാന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ അലക്ക അവിടെ നിന്നു, ഇത് തുടങ്ങി. കാരണം വീഡിയോസ് എടുക്കാതെ നമ്മൾ ചെയ്യുവാണെങ്കിൽ വേഗം ചെയ്യും. വീഡിയോസ് പുറകെ പോവുകയാണെങ്കിൽ നമുക്ക് സമയം കുറച്ചും കൂടെ വേണ്ടി വരും. അപ്പൊ അങ്ങനെ ഇത് കൊണ്ടുപോയി. പിന്നെ വാലോടി ചെറിയ മത്സരമൊക്കെ ഉണ്ട്, പിള്ളേർ കുഞ്ഞുങ്ങൾ തമ്മിൽ മത്സരമുണ്ട്. അല്ലാതെ പാരന്റ്സ് ഒരു പ്രത്യേക ഗെയിം മത്സരം അല്ലെങ്കിൽ കസേര കളിയും അങ്ങനത്തെ ഉള്ള കുറച്ച് വെറൈറ്റി. പോയാൽ അറിയാം എന്താണെന്ന കാര്യം. ഞാനും ഇങ്ങനത്തെ കളികളിൽ അല്ലെങ്കിൽ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ട് ഒരുപാട് നാളായി എന്നല്ല, ഒരുപാട് വർഷമായി സത്യം പറയാലോ. അപ്പോഴാണ് വീണ്ടും ഒരു ആഘോഷം. അപ്പം ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ്. കാരണം കസേര കളിയൊക്കെ അല്ലേ അമ്മമാര്. അപ്പോൾ ചെറിയൊരിതുണ്ട്. അങ്ങനെ കഷ്ണങ്ങളൊക്കെ വേവുന്നുണ്ട്, അപ്പോഴേക്കും അതൊക്കെ റെഡിയാക്കി വയ്ക്കാം. പിന്നെ മോനൊക്കെ രാവിലെ കുളിയും കഴിഞ്ഞു. ഇനി സമയം ഉണ്ടെങ്കിൽ അത് കുറച്ച് ഉള്ളത് അലക്കിയിട്ട് പോകാം. പിന്നെ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു 5 മിനിറ്റ് ഇരിക്കണം, ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ അതിന്റെ ഭേദം നമുക്ക് എന്താ ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്തിട്ട് എവിടെയും പോകുന്നതല്ലേ നല്ലത്. അങ്ങനെയാണ്. രാത്രി തന്നെ കഷ്ണങ്ങൾ ഞങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടൊക്കെ ഉള്ളത്, രാവിലെ വന്ന് കഴിക്കാൻ എല്ലാം കൂടെ ആവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഏട്ടനും ഞാനും കൂടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് കിടന്നു. ഓരോ പാരൻസ് ഓരോന്ന് ഏറ്റെടുത്തു. അപ്പൊ ഞാൻ ആദ്യം ഇപ്പേരി പറഞ്ഞു, പക്ഷെ അതൊക്കെ ഓൾറെഡി ഏറ്റെടുത്തു. പിന്നെ നമുക്ക് കിട്ടിയത് അവിയലാണ്. കിട്ടിയിട്ടുണ്ടെങ്കിൽ സാരില്ല, കുറച്ച് ബുദ്ധിമുട്ടിയാലും സാരില്ല, ഇങ്ങനെയൊക്കെ പഠിക്കുക എന്ന് ഓർത്ത് നമ്മളങ്ങനെ സഹിക്കുക, വേറെ വഴിയില്ല അല്ലേ. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം. ഇപ്പൊ ഇങ്ങനെ വർത്താൻ പറഞ്ഞു ചെന്നാലും ശരിയാവത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിപ്പം അവരുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടും ശേഷം ഞാൻ അവിടെ പോയിട്ട് അംഗൻവാടിയിലുള്ള പരിപാടികളും കാര്യങ്ങളും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഒരു വീഡിയോ കേട്ടോ. ഓക്കെ, കണ്ണ് എരിയുന്നു. അപ്പോൾ നമുക്കിനി ഇതെല്ലാം അരവെല്ലാം അരച്ചെടുത്തിട്ട് കഷ്ണങ്ങളെല്ലാം വെന്തിട്ട് ബാക്കി നമുക്ക് വിശേഷങ്ങൾ അങ്ങനെ പറയാം കേട്ടോ. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾക്ക് ഏകദേശം വെന്തിട്ടുണ്ട്, ഇച്ചിരി വെള്ളമുണ്ട്, അതൊന്ന് ചെറുതായിട്ടൊന്ന് പോട്ടെ. അപ്പോഴേക്കുള്ള ചെറിയ കഷ്ണങ്ങൾ വേവാനുണ്ട്, അതുകൊണ്ടാകുമ്പോഴേക്കും ശരിയാവും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഉരുളക്കിഴങ്ങനെ മറന്നുപോയി കൈസ്, നമ്മളെ പറ്റി ഉരുളക്കിഴങ്ങനെ മറന്നുപോയി. ഞാൻ പിന്നെയാണ് ആലോചിച്ചത്. ഇനി ഇത് മുറിച്ചിടാനുള്ള ഒരു സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനവിടെ വെച്ചിച്ചു. അത് നമുക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വേവിച്ച് വേറെ വേവിച്ചിടായിരുന്നു. പക്ഷെ എനിക്ക് എടുത്തിടാറില്ലാത്തത് കൊണ്ട് ഞാനത് വീണ്ടും വെക്കുവാണ്. സങ്കടമുണ്ട് ഇത്രയും ചെയ്തിട്ട് അവസാനം അതൊന്ന് ഇല്ലാതെ ആയില്ലോ എന്നുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒതുക്കിയെടുക്കാം കേട്ടോ. നമ്മളെ കഷ്ണങ്ങൾ ഏകദേശം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുക്കാം. ഇളക്കി വെച്ചിരിക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ലേശം വെള്ളം ചേർത്താൽ മതിയല്ലോ. ഇത് ഇളക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് കിഴങ്ങ് ചേർക്കാത്ത കൊണ്ടേ ഭയങ്കര ഒരു സങ്കടം പോലെ. ഇത് കിഴങ്ങ് ചേർക്കാത്ത കൊണ്ട് ചെറിയൊരു സങ്കടം. ക്ലോസപ്പിൽ കാണിച്ചു തരാം.
പുക വരണ കൊണ്ടേ പുകയല്ല ആവി കൊണ്ട് കറക്റ്റ് കാണില്ല. എന്നാലും ഓയ് എന്തോ വരുവാ. ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് എന്നിട്ട് കറിവേപ്പില ഇടണം. കറിവേപ്പില ഇടണം, പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കാട്ടാ. ഒരു 5 മിനിറ്റ് കൂടെ വെക്കാം. നമ്മുടെ അരവ് അരച്ചിട്ട് പാത്രത്തിലേ ലേശം വെള്ളം വെച്ച് നോക്കാതെ എന്നിട്ട് ലേശം നേരെ അടച്ചു വെക്കാം. എന്നിട്ട് ഞാൻ പോയിട്ട് വെളിച്ചെണ്ണയും കറിവേപ്പില എടുത്തിട്ട് വരാം. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ട് വരാം. കറിവേപ്പില നമുക്ക് അതിന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇപ്പോഴേക്കും നമ്മുടെ അവിയൽ സെറ്റായി. ഓക്കെ, നമ്മുടെ അവിയൽ ഏകദേശം സെറ്റായി. നമുക്ക് ഇനി ഇട്ട് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ പുറത്ത് വെക്കുമ്പോഴേ ഫുള്ളും ഈ പറഞ്ഞ ഉറുമ്പിന്റെ ശല്യം. അപ്പൊ ഞാൻ ആവശ്യം എടുത്തിട്ട് ബാക്കി എടുത്ത് തിരിച്ചു വെച്ചു. അപ്പൊ കറക്റ്റായിരുന്നു. ഞാൻ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ആക്കി എടുത്തിയ ഒരു ജസ്റ്റ് മിനിറ്റും കൂടെ നമുക്കത് അങ്ങനെ വെച്ച് സെറ്റൊക്കെ വെച്ചാൽ നല്ലൊരു മണം വരും. എന്നിട്ട് നമുക്ക് അതിനൊന്ന് അടിയോടെ ഇങ്ങനെ കവിട്ട് കിടക്കാം. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ചട്ടിയോടെ നമുക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാം, ഇറക്കി വെക്കാം. ഇത്ര നേരം മഴയില്ലായിരുന്നേ, വീണ്ടും മഴ വരും. ഇത്ര നേരം മഴയില്ലായിരുന്നു, നല്ല മഴ വരും. ഇനി ഇവിടുന്ന് അവിടം വരെ പോകണം. എടുത്തോണ്ട് പോകാനാവില്ല. വണ്ടി വരാൻ പറയണം, എന്നാലേ ആവുള്ളൂ. വണ്ടിയായിട്ട് വരാൻ പറയണം. എൻ്റെ മോനിട്ട പൂക്കളം ഫസ്റ്റ് ദിവസം പൂക്കളിട്ട് വെച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് അവൻ സ്വന്തം എത്തതാ. അങ്ങനെ ദിവസമൊക്കെ ഒരു പരിവായിട്ടുണ്ട്. കാണിച്ചതാ, അതിന് കാറ്റിലെല്ലാം പറഞ്ഞു പോയി. കണ്ടോ, അങ്ങനെ ഏകദേശം അവിയലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുണ്ടാക്കാൻ ടേസ്റ്റ് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എത്രത്തോളം അതിൻ്റെ സ്വാദം ഉണ്ടെന്നുള്ള കാര്യം മറ്റുള്ളവർ പറഞ്ഞിട്ട് നമുക്കറിയാം. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ നമുക്ക് അവിടെ പോയാൽ അറിയാം. ഇവിടെ ഏട്ടനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു എങ്ങനെയുണ്ട് എന്നൊക്കെ. പക്ഷേ ഏട്ടനുണ്ട്, പണിക്ക് പോയി. ഇതുപോലെ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഷെഫ് ആയാലും എനിക്ക് വേണ്ട. അതാവട്ടെ, ഞാൻ ആയിട്ട് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അവിയൽ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി വാങ്ങിയിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ലേശം തൈരും കൂടെ വയ്ക്കാം കേട്ടോ. അപ്പം ഏകദേശം എല്ലാം സെറ്റായി. അപ്പം തൈര് ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ തൈര് ഒഴിക്കുന്നത് പൊളിയുള്ള തൈരാണേ. ഞാൻ ഈ തൈര് ഒഴിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ വെച്ചിട്ടില്ല. അപ്പം ഇത് വാങ്ങി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ വേണം ലേശം വെക്കാം. അത് കട്ട തൈരാണേ, അധികം നല്ല ലേശം മതി. അങ്ങനെ നമ്മൾ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് യോജിപ്പിച്ച് കൊടുക്കാവേ. അതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ അവിയൽ കൂട്ടം സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, അവിയൽ കൂട്ടം സെറ്റ് ആയിട്ടുണ്ട്. ഞാനെല്ലാം പാത്രത്തിൽ മാറ്റി വെച്ചു, കൊണ്ടാവാനുള്ള പാത്രത്തിൽ മാറ്റി വെച്ചു. ഇനി നമുക്കത് അടച്ച് വെച്ച് അത് കൊണ്ടുപോവുക. നമുക്കൊന്ന് റെഡിയായി കുട്ടീനെ റെഡിയാക്കി നമുക്ക് വണ്ടീനെ വിളിച്ച് നമുക്ക് പോവാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഹൈപ്പും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.